നിങ്ങളെ നാട്ടിലത്തെ പ്രശ്നം ഞങ്ങളെ നാട്ടിലൂടെ ഉണ്ടാക്കുന്നത് നിങ്ങളാണ്. വിക്കി TN43 നീലഗിരി. ഇതെന്റെ രണ്ടാമത്തെ മലയാള വീഡിയോ ആണ്. ഇത് മലപ്പുറത്തുള്ള മലയാളികൾക്ക് മാത്രം. ഒരു വെക്കേഷൻ ഗ്യാപ്പ് കിട്ടിയ ഗ്യാപ്പിൽ കെട്ടിയെടുത്ത് കയറി വരുന്നത് നാടുകാണി, ഊട്ടി, ഗൂഡലൂരൊക്കെ അടിച്ചു പൊളിക്കാനായിട്ടാണ്. കെട്ടിയെടുത്തിട്ട് വരുന്നത് നിങ്ങളെ കുടുംബങ്ങളെ മാത്രമല്ല, അവിടുന്ന് കുറെ വേസ്റ്റും കുപ്പികളും ടൈബസും പാമ്പസും ഇതൊക്കെ കൊണ്ടുവന്ന് നിങ്ങൾ വലിച്ചെറിയുന്നതോ ഒന്ന് വള്ളച്ചാട്ടത്തിൽ അല്ലാന്നുണ്ടെങ്കിൽ വനപ്രദേശത്തിൽ. നീലഗിരിയിൽ പ്ലാസ്റ്റിക് ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളത് നിങ്ങൾക്ക് 8 വർഷം മുമ്പേ അറിയിച്ചിട്ടുള്ളതാണ്. നിങ്ങളെ എല്ലാവർക്കും അറിയും. ഈ വാരി വലിച്ച് കൊണ്ടുവന്ന് തള്ളുന്ന ഈ പാമ്പസും ടൈബസും വേസ്റ്റും ഇതൊക്കെ എവിടെ പോകുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് തന്നെ അത് ബാധകമായിട്ടാണ് വരുന്നത്. ഈ വനപ്രദേശത്തും വള്ളച്ചാട്ടത്തിലും വലിച്ചെറിയുന്ന നിങ്ങളെ ടൈബസും പാമ്പസും ഇതൊക്കെ വന്യമൃഗങ്ങൾ കടിച്ച് കീറി വലിച്ച് കാട് മൊത്തം നാറ്റിക്കുകയാണ്. വനപ്രദേശത്ത് പെയ്യുന്ന മഴ ആയിക്കോട്ടെ, അല്ലാതെ ഊറ്റുനീരായിക്കോട്ടെ, പന്തലൂർ, ഗൂഡലൂർ താലൂക്കയിൽ പെയ്യുന്ന മഴ ഇതിൽ 80% കേരളത്തിലേക്കാണ് വരുന്നത്, ചാലിയാർ പുഴയിലേക്ക്. അതിൽ 100% നിങ്ങളുടെ ആവശ്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് അത് കടലിൽ പോയി ചേരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട VM സാദിഖലി എന്നുള്ള ഒരു സുഹൃത്ത് കുറെ വീഡിയോസും അവയർനെസ് ഒക്കെ ക്രിയേറ്റ് ചെയ്ത് വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. കുറെ ആൾക്കാരെ ക്യാമ്പിംഗ് കൊണ്ടുവന്ന് ഈ ചുരത്തിലൊക്കെ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നാലും മാന്യമായിട്ട് പറഞ്ഞാൽ മലയാളികൾക്ക് മനസ്സിലാവില്ലല്ലോ. എപ്പോഴും അതേപോലെ തന്നെ അവിടെ തന്നെ കൊണ്ടുവന്ന് വലിച്ചെറിഞ്ഞിട്ട് പോകും. നിങ്ങൾ തിന്നുന്നത് കുടിക്കുന്ന വെള്ളത്തിലും കിട്ടുന്നത് നിങ്ങൾ തന്നെ വലിച്ചെറിഞ്ഞിട്ട് പോയിന്ന അപ്പിയാണ്. ഈ വീഡിയോ നിങ്ങളെ കുറ്റപ്പെടുത്താനല്ല, നിങ്ങളെ നാട്ടിലത്തെ പ്രശ്നം ഞങ്ങളെ നാട്ടിലൂടെ നിങ്ങളാണ് ഉണ്ടാക്കുന്നത്. ഇപ്പൊ മനസ്സിലായില്ലേ? ഇങ്ങനെ നിങ്ങൾ അടിച്ചു പൊളിച്ചിട്ട് വന്നിട്ട് ഈ വേസ്റ്റും ടൈബസും വലിച്ചെറിഞ്ഞിട്ട് പോകുന്നത് കൊണ്ട് ബാധിക്കപ്പെടുന്നത് നിങ്ങൾ മാത്രമല്ല. ഈ അടുത്ത 2-3 ദിവസം മുമ്പ് നാടുകാണി ചുരത്തിൽ കുറെ ആന കൂട്ടം വന്നിട്ട് അവിടുത്തെ വേസ്റ്റ് മൊത്തം വലിച്ചു തിന്നുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു. ചെറുപ്പത്തിൽ ഞാൻ കേട്ടിട്ടുള്ള ഒരു സ്റ്റോറി മാത്രം ഞാൻ പറഞ്ഞുതരാം. അത് യഥാർത്ഥത്തിൽ സത്യമാണോ അല്ല എന്നുള്ളത് എനിക്കറിയില്ല. കുറെ കാലം മുമ്പ് മുതുമലയിൽ വെച്ചിട്ട് ഒരു ആന ചത്തുപോയിന്ന്. അപ്പൊ ആനനെ പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോൾ അതിന്റെ ചങ്കിൽ കുടുങ്ങിയത് ഒരു പ്ലാസ്റ്റിക് ബോട്ടിലാണ്. വെള്ളം എന്ന് വിചാരിച്ചിട്ട് അത് കുടിച്ചിട്ട് അവസാനം അത് അവിടെ കുടുങ്ങിയിട്ട് തിന്നാൻ ഒന്നും കിട്ടാതെ ചത്തുപോയിന്നാണ് റിപ്പോർട്ട് വന്നിരിക്കുന്നത്. ഇതിന് കേട്ടറിവാണ്. അതുകൊണ്ടാണ് പറയുന്നത്, ദയവേത് ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യരുത്. നിങ്ങൾ പേര് അടിച്ചു പൊളിക്ക്, ആഘോഷിക്ക്, അതൊന്നും കുഴപ്പമില്ല. യഥാർത്ഥത്തിൽ ഈ വീഡിയോ നിങ്ങൾ വെറുപ്പിക്കാൻ വേണ്ടി ചെയ്തതല്ല, നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ചെയ്തതാണ്. ഈ വനപ്രദേശം നമുക്ക് അത്ര ഇമ്പോർട്ടൻ്റ് ആണ്, അത് നിങ്ങൾ മനസ്സിലാക്കണം. പിന്നെ ആൾറെഡി പറഞ്ഞ പോലെ തന്നെ ഞാൻ പറഞ്ഞ വാക്കുകളിൽ തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം. കാരണം ഞാൻ മലയാളിയല്ല, പക്ക അണ്ണാച്ചിയാണ്. നീലഗിരി ഡിസ്ട്രിക്ട് ഗൂഡലൂർ, പന്തലൂർ താലൂക്കിൽ നടക്കുന്ന വിശേഷങ്ങൾ അറിയാൻ വിക്കി TN43 ഈ പേജ് ഫോളോ ചെയ്യാം. ഇൻസ്റ്റയിലായിക്കോട്ടെ അല്ല ഫേസ്ബുക്കിലായിക്കോട്ടെ. അതേപോലെ ഫേസ്ബുക്ക് ഫസ്റ്റ് കമാൻഡിലുള്ള യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നീലഗിരിയുടെ വിശേഷങ്ങൾ അറിയാം. താങ്ക്